ഡോക്ടർ അരുൺ, ഈ മരണങ്ങളിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സംശയം തോന്നിയത്? സർ, വർഗീസും പ്രിയയും നീന്തൽ താരങ്ങളാണ്. ഇന്റർസോൺ കോമ്പറ്റീഷന് കഴിഞ്ഞ 4 വർഷമായി അവരെ വെല്ലാൻ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവർ മുങ്ങി മരിക്കുക എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ ലവേഴ്സ് ആണോ? രണ്ടാളും 2 റിലീജിയൻ അല്ലേ? വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് ആത്മഹത്യ വല്ലതും? നോ സർ, നോ. അവർ അങ്ങനെ ഒരു റിലേഷനിലൊന്നും അല്ലായിരുന്നു. ഞങ്ങൾക്ക് അറിയുന്നതല്ലേ. ആത്മഹത്യ ചെയ്യാൻ മാത്രം അവർക്കൊരു പ്രശ്നവുമില്ലായിരുന്നു സർ. മാത്രവുമല്ല, ഉറങ്ങാൻ കിടന്ന അവർ എങ്ങനെ ആ പുഴയിലെത്തി? ഇത് അൺനാച്ചുറൽ ഡെത്ത് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഓക്കെ ഡോക്ടർ അരുൺ, ആരാണ് ബോഡികൾ ആദ്യം കണ്ടത്? ഒരു ട്രൈബൽ മാൻ ആണ് സർ. അയാൾ ഞങ്ങൾക്ക് ചായക്കുള്ള പാലുമായി വരുമ്പോഴാണ് കണ്ടത്. ഓടിക്കിതച്ച് ഇവിടെ വന്ന് പറയുകയായിരുന്നു. സാറേ, നിങ്ങളുടെ കൂടെയുള്ള 2 പേര് അതാ അവിടെ ആ നാഗപ്പുഴയില് ചത്തു മലച്ചു കിടക്കണ്. ഞങ്ങ പറഞ്ഞതല്ലായിരുന്നോ അങ്ങോട്ടൊന്നും ആരും പോകരുതെന്ന്? അപ്പോഴാണ് സാർ ഞങ്ങൾ അറിയുന്നത് കൂട്ടത്തിലുള്ള 2 പേരെ കാണാനില്ല എന്ന്. അത് പ്രിയയും വർക്കിച്ചനുമാണെന്ന്. നാഗപ്പുഴയോ? അതെന്താ അങ്ങോട്ടാരും പോകരുതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. പക്ഷേ അവർ ഇന്നലെ പോകരുതെന്ന് പറഞ്ഞിരുന്നു. ശരി, നിങ്ങൾ എത്ര പേരാണുള്ളത്? എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് വന്നത്? ഞങ്ങൾ 6 പേരാണ് സാർ ഉള്ളത്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ BAMSന് പഠിക്കുന്നു. ഞങ്ങളുടെ ഹൗസ് സർജൻസി കഴിഞ്ഞ ആഴ്ച പൂർത്തിയായി. ഈ കാട് അപൂർവ സസ്യങ്ങളുടെ കേന്ദ്രമാണ്. അതിനെക്കുറിച്ച് പഠിക്കാനാണ് ഞങ്ങൾ വന്നത്. ശരി. നാഗപ്പുഴ, ആ പേരിന് തന്നെ ഒരു ദുരൂഹതയുണ്ടല്ലോ അരുണേ. ദുരൂഹതയൊന്നുമില്ല സാർ, സത്യമാണുള്ളത്. സത്യങ്ങൾ മാത്രം. ഞാൻ ഇവരോട് പറഞ്ഞതാണ് ഈ അപകടം പിടിച്ച കാട്ടിലേക്ക് വരരുതെന്ന്. പുറത്തുള്ളവർ വന്നാൽ കുഴപ്പമാണെന്ന്. അപ്പോൾ വർഗീസ് ഏട്ടനായിരുന്നു നിർബന്ധം. കുട്ടി ആരാണ്? ഞാൻ മീനാക്ഷി, ഫസ്റ്റ് ഇയർ BAMS. ഞാൻ കുറിച്യ സമുദായത്തിലാണ് ഇവിടുത്തുകാരി. എന്റെ മുത്തച്ഛനാണ് ഇവിടുത്തെ മൂപ്പൻ. എന്തുകൊണ്ടാണ് ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നത്? നാഗക്കോട്ട, അത് തേടിപ്പോയവരുടെയൊക്കെ ശവം നാഗപ്പുഴയിൽ പൊങ്ങിയിട്ടുണ്ട്. നാഗക്കോട്ടയെ ചുറ്റിയാണ് നാഗപ്പുഴ ഒഴുകുന്നത്. ആ കൊച്ചുങ്ങൾ കോട്ടയ്ക്കകത്ത് കടക്കാൻ ശ്രമിച്ചതാകും, ഉറപ്പ്. നാഗക്കോട്ടയോ? 2 യുവ ഡോക്ടർമാരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു മുത്തശ്ശി കഥയുമായി വരുന്നു. നിങ്ങൾക്ക് മുത്തശ്ശി കഥയായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ വിശ്വാസമാണ്, അല്ല സത്യമാണ്. നാഗക്കോട്ടയും അവിടുത്തെ സർപ്പസുന്ദരിയും, അതിന്റെ രഹസ്യങ്ങൾ തേടിപ്പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. സർപ്പസുന്ദരിയുടെ മായാവലയവും നിഗൂഢതകളും കണ്ടെത്താൻ പോയതിന്റെ ഭവിഷ്യത്താണ് ഈ മരണങ്ങൾ. ഇനി ആ കൊലകളുടെ കുഴിതോണ്ടിപ്പോയാൽ നിങ്ങളും അപകടത്തിലാകും. ഇത് ഈ കാട്ടുമങ്കയുടെ വാക്കാണ്. നാഗക്കോട്ടയും സർപ്പസുന്ദരിയും കാട്ടുമങ്കയുടെ വാക്കും. ഇവിടെ നടക്കുന്ന എന്തെങ്കിലും രഹസ്യങ്ങളുടെ സത്യം ആ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിന് പാവൻ 2 കൊച്ചുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തി പുഴയിൽ കൊണ്ടിട്ടിട്ട് സർപ്പസുന്ദരിയാണെന്നൊരു കഥയും. നാഗക്കോട്ടയുടെയും സർപ്പസുന്ദരിയുടെയും നിഗൂഢതകളും ഈ കൊലപാതകങ്ങളുടെ പിന്നിലെ കൈകളും ആരുടേതാണെന്ന് കണ്ടുപിടിച്ചിട്ടേ ഈ CI റാം പ്രതാപിന് ഇനി വിശ്രമമുള്ളൂ. കണ്ടുപിടിക്കും ഞാൻ ആ സർപ്പസുന്ദരിയുടെ രഹസ്യങ്ങൾ. ഡോക്ടർ അരുൺ ചന്ദ്രൻ, ഡോക്ടർ വർഗീസ് മാത്യു, ഡോക്ടർ പ്രിയ വാര്യർ, ഡോക്ടർ സെബ ഫാത്തിമ, ഡോക്ടർ നീൽ പ്രേം, പിന്നെ മീനാക്ഷി. ഇതിൽ വർഗീസും പ്രിയയും ഇന്നില്ല. അരുണിനും സെബയ്ക്കും നീലിനും കൊല്ലപ്പെട്ടവരെ കുറിച്ച് അറിയാവുന്നതെല്ലാം വള്ളിപുള്ളി വിടാതെ പറയണം. നമ്മൾ ഒരുമിച്ച് നിന്നാലേ ഇവിടുത്തെ ദുരൂഹതകൾ പുറത്തെത്തിക്കാൻ സാധിക്കൂ. ഞങ്ങൾ 5 പേരും ഫസ്റ്റ് ഇയർ മുതൽ നല്ല സുഹൃത്തുക്കളാണ്. വീട്ടുകാരുമായും അങ്ങനെ തന്നെ. അവൻ എന്നെ ബ്ലൂ ബോക്സ് എന്നാണ് വിളിച്ചിരുന്നത്. എന്റെ പേര് നീലെന്നാണല്ലോ. എല്ലാത്തിനോടും അവന് വലിയ ക്യൂരിയോസിറ്റി ആയിരുന്നു. അവന്റെ അച്ഛൻ മാത്യു അങ്കിൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർഡായി. അമ്മ റോസാൻറ്റി അവരുടെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറാണ്. ഒരു അനിയത്തിയുള്ളത് MBBS സെക്കൻഡ് ഇയറിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു.
ആയുർവേദിക് മെഡിസിൻ ആണ് പഠിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് ആർക്കും ഈ നാഗക്കാടിനെ പറ്റിയിട്ടും ഇവിടുത്തെ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടും ഒന്നും അറിയില്ലായിരുന്നു. വർക്കിച്ചനാണ് അതേപറ്റി ഞങ്ങളോട് പറഞ്ഞത്. അതും അവനത് ഈ വർഷം പകുതിയായപ്പോഴാണ് സൂചിപ്പിച്ചത്. അതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അവന്റെ അച്ഛൻ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നല്ലോ, മൂപ്പർ വഴി അറിഞ്ഞതായിരിക്കാനാണ് സാധ്യത. സാർ, എനിക്ക് തോന്നുന്നത് അവന് നേരത്തെ ഇതേക്കുറിച്ച് അറിയാമായിരിക്കാം. മീനാക്ഷിയെ കണ്ടപ്പോഴായിരിക്കാം ഇവിടേക്ക് വന്നാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക. റാഗിംഗ് ടൈമിൽ അവൻ മീനാക്ഷിയോട് ഈ കാടിനെ പറ്റി ചോദിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ടായിരുന്നു. എല്ലാ അസുഖങ്ങളും ഭേദമാക്കാൻ കഴിയുന്ന ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്നും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാമെന്നും പലതവണ അവൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കാര്യം മീനാക്ഷിയെ അറിയിച്ചു. മീനു പറ്റില്ലെന്ന് പറഞ്ഞു. അപകടമാണെന്നും കാട്ടിലുള്ള ഗോത്രവർഗങ്ങൾക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ എന്നുമാണ് അവൾ പറഞ്ഞത്. വർക്കിച്ചൻ കുറെ നിർബന്ധിച്ചു. ഒടുവിൽ മൂപ്പനോട് സമ്മതം വാങ്ങി അവർ പറയുന്നതിനപ്പുറം അനങ്ങില്ല എന്ന വാക്കോടെയാണ് മീനു ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയത്. മീനുവോ? മീനാക്ഷി സർ, അരുണിന് ആ കൊച്ചിനോട് ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട്. അവൾക്ക് തിരിച്ചും. അതല്ലേ വർക്കിച്ചൻ സമ്മതം മേടിക്കാൻ അരുണിനെ തന്നെ മീനാക്ഷിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. ഓ അങ്ങനെ. എനിക്കും അരുണിന്റെ മീനുവിനെ ഒന്ന് കാണണമല്ലോ. സാർ, ഞാൻ ഇവിടെയാണ് ജനിച്ചത്. എന്റെ അമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടു. പഠിക്കാൻ താല്പര്യം കാണിച്ചതുകൊണ്ട് മുത്തച്ഛൻ എന്നെ കാടിന് പുറത്തു വിട്ട് പഠിപ്പിച്ചു. ചെറുപ്പം മുതൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. മീനാക്ഷിയാണോ വർഗീസിനോട് നാഗക്കാടിനെ പറ്റി പറഞ്ഞത്? അല്ല, റാഗിംഗ് ടൈമിൽ എന്റെ ബുക്ക് നോക്കിയപ്പോൾ അതിൽ ഞാൻ വരച്ച ഒരു ചിത്രം കണ്ടിട്ടാണ് വർഗീസ് ചോദിച്ചത്, ഇത് നാഗക്കാവല്ലേ എന്ന്. വർഗീസ് ഏട്ടൻ അത് ചോദിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു ചിത്രത്തിൽ നിന്നും നാഗക്കാവ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനെപ്പറ്റി നന്നായി അറിയാവുന്ന ആളാണ് വർഗീസ് ഏട്ടൻ എന്ന് എനിക്ക് തോന്നി. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവിടുത്തെ ഔഷധ സസ്യങ്ങളെ പറ്റി അറിയാമെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല സാർ, വർഗീസിന് മറ്റെന്തൊക്കെയോ അറിയാം. അയാൾ എന്നെ ഒരുപാട് നിർബന്ധിക്കുകയായിരുന്നു ഇങ്ങോട്ട് വരാൻ. ഇവിടെ പുറത്തുനിന്നൊരാൾക്ക് വരാൻ കഴിയില്ല. ഇവിടെയുള്ള ആരെങ്കിലും മുഖാന്തരമേ വരാൻ പറ്റൂ. അതിനാണ് എന്നെ കൊണ്ട് ഇത്രയും നിർബന്ധിപ്പിച്ചത്. അയാൾക്ക് മറ്റെന്തൊക്കെയോ ഉദ്ദേശം ഉണ്ടായിരുന്നു സാർ. ഈ കാടിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ മങ്കമ്മയോട് ചോദിക്കാം. നാഗങ്ങൾ കാക്കുന്ന കാടാണിത്. വിഷമുള്ളതും ഇല്ലാത്തതുമായ പലതരം പാമ്പുകൾ ഇവിടെയുണ്ട്. ഞങ്ങളെ അവറ്റകൾ ഒന്നും ചെയ്യാറില്ല. ഞങ്ങൾ അവരെയും ഉപദ്രവിക്കാറില്ല. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കും, മരുന്നുകൾ വരെ. ഇവിടുത്തെ മരുന്നുകളെ പറ്റി പഠിക്കാൻ ആദ്യമൊക്കെ നിരവധി ആളുകൾ വന്നിരുന്നു. എന്നാൽ ഒരു 30 വർഷം മുമ്പ് ഇവിടെ ഒരു സംഭവമുണ്ടായി. നാഗപ്പുഴയുടെ നടുവിലുള്ള ഒരു ദ്വീപാണ് നാഗത്തുരുത്ത്. അവിടെയാണ് സർപ്പസുന്ദരി വാഴുന്ന നാഗക്കോട്ട. സർപ്പങ്ങളുടെ രാജ്ഞി, ഈ നാടിന്റെ കാവലാൾ. വിലമതിക്കാനാകാത്ത സ്വത്തുക്കൾ ആ കോട്ടയറകളിലുണ്ട്. കോട്ടവാതിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. ഉള്ളിലേക്ക് ആർക്കും കയറാൻ കഴിയില്ല. സർപ്പസുന്ദരിക്ക് പ്രീതിപ്പെടുന്ന ആൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ പ്രീതി കൊണ്ട ഒരാളായിരുന്നു എന്റെ സഹോദരി തങ്ക. അപ്പോൾ അവർ ആ നാഗക്കോട്ടയിൽ പ്രവേശിച്ചിട്ടുണ്ടാകുമല്ലോ. ഉണ്ട്, സർപ്പസുന്ദരിയുമായി സംസാരിച്ചിട്ടുമുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ നിധിയായ രത്നങ്ങളും വൈരങ്ങളും പതിച്ച സർപ്പസുന്ദരിയുടെ കിരീടത്തെയും അവൾ കണ്ടിരുന്നു. 12 വയസ്സു മുതൽ തങ്കയുടെ കളിക്കൂട്ടുകാരി സർപ്പസുന്ദരിയായിരുന്നു. ഏതു പാതിരാത്രിക്കും പേടിയില്ലാതെ അവൾ ഈ കാട്ടിലൂടെ നടക്കും, നാഗക്കോട്ടയിൽ പോകും. അവളെയോ അവളുടെ കൂടെയുള്ള ആളെയോ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ കാടിനെ പറ്റി പഠിക്കാൻ 30 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചുപേർ ഇവിടെ എത്തിയത്. 15 പേർ. അതിലൊരാളുമായി തങ്ക അടുപ്പത്തിലായി. അതാരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവരുടെ സമാഗമങ്ങൾ രാത്രിയിലായിരുന്നു. അവൾ വഴി അയാൾ നാഗക്കോട്ടയെയും അവിടുത്തെ നിധിയെയും പറ്റി അറിഞ്ഞു. നാഗപഞ്ചമി നാളിൽ ഊരിൽ വലിയ ഉത്സവം നടക്കും.
ആ രാത്രി സർപ്പസുന്ദരിക്ക് പ്രീതിപ്പെട്ട ആൾ കോട്ടയിൽ പോയി നാഗരൂപത്തിലുള്ള സുന്ദരിയെ ഊരിലേക്ക് കൊണ്ടുവരും. സുന്ദരിയെ നാഗരൂപത്തിൽ മാത്രമേ ഇവിടുത്തുകാർ കണ്ടിട്ടുള്ളൂ. കോട്ടയിൽ വസിക്കുന്ന സർപ്പസുന്ദരിയുടെ ശക്തി ആ രാത്രി ക്ഷയിക്കും. നാഗപഞ്ചമി നാളിൽ ഊരിലെ കാവിലെ പൂജയിൽ പങ്കെടുത്ത് നാഗമ്മയുടെ അടുത്തു നിന്ന് അനുഗ്രഹം വാങ്ങി ശക്തി സ്വീകരിച്ച് സർപ്പസുന്ദരി കോട്ടയിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ ആ നാഗപഞ്ചമി നാളിൽ തങ്ക സർപ്പസുന്ദരിയെ കൂട്ടാൻ പോയ നേരം അയാളും കൂടി തങ്കയ്ക്കൊപ്പം കോട്ടയിൽ പോയി. അവിടുത്തെ നിധി കാണണമെന്ന് പറഞ്ഞായിരുന്നു അയാളും പോയത്. എന്നാൽ കിരീടമായിരുന്നു അയാളുടെ ലക്ഷ്യം. സർപ്പസുന്ദരി കോട്ട വിട്ട് പുറത്തിറങ്ങിയാൽ കിരീടം എടുക്കാമെന്നായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. കോട്ടയിലെ നിധിപ്പെട്ടികൾ കണ്ടപ്പോൾ അയാളുടെ കണ്ണു മഞ്ഞളിച്ചു. ഒരു പെട്ടി തുറന്നപ്പോൾ അതിൽ പൂർവികർ വരച്ചു വച്ചിരുന്ന നാഗക്കോട്ടയുടെയും തുരുത്തിന്റെയും ചിത്രപുസ്തകം അയാൾക്ക് കിട്ടി. തങ്ക സർപ്പസുന്ദരിയെ ആനയിച്ചു വന്നപ്പോൾ സുന്ദരി കാണുന്നത് ചിത്രപുസ്തകവുമായി നിൽക്കുന്ന അയാളെയാണ്. സർപ്പസുന്ദരിയെ നാഗരൂപത്തിൽ കണ്ട് ഭയന്ന അയാൾ പുസ്തകവും എടുത്ത് ഓടി. നാഗപഞ്ചമി നാളിൽ ശക്തി ക്ഷയിക്കുന്ന സർപ്പസുന്ദരിക്ക് കോട്ടയിൽ വെച്ച് അയാളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചിത്രപുസ്തകവുമായി അയാൾ രക്ഷപ്പെട്ടപ്പോഴാണ് അവൻ ചതിക്കുകയായിരുന്നുവെന്ന് തങ്കയ്ക്ക് മനസ്സിലായത്. അവൾ ഇവിടെ കരഞ്ഞുകൊണ്ടാണ് സുന്ദരിയുമായി എത്തിയത്. അവൾ അയാളെ സ്നേഹിച്ചതും ചതിക്കപ്പെട്ടതും എല്ലാം അവൾ അന്ന് പറയുമ്പോൾ മാത്രമാണ് ഞാനടക്കം എല്ലാവരും അറിഞ്ഞത്. പക്ഷേ അയാളുടെ പേര് മാത്രം അവൾ പറഞ്ഞില്ല. പിന്നീട് അവൾ നാഗക്കോട്ടയിലേക്ക് തിരിച്ചുപോയി. പശ്ചാത്താപം കാരണം തിരിച്ചു വന്നില്ല. തങ്കയ്ക്ക് അയാളുമായുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞു പിറന്നു, കോട്ടയിൽ വച്ച് തന്നെ. ആ കുഞ്ഞിന് 1 വയസ്സായപ്പോൾ തങ്ക ആ കുഞ്ഞിനെ എനിക്ക് കൊണ്ടുവന്ന് തന്ന് കോട്ടയിലേക്ക് തിരിച്ചുപോയി. ആ കുഞ്ഞാണ് മീനാക്ഷി. തങ്കയ്ക്ക് ശേഷം ആർക്കും സർപ്പസുന്ദരിയുടെ പ്രീതി നേടാൻ കഴിഞ്ഞിട്ടില്ല. മങ്കമ്മ, തെളിവുകളൊന്നുമില്ലാതെ ഒന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. സാറ് വരൂ. തോണി കയറിപ്പോയാൽ നാഗത്തുരുത്തിലെത്തും. നാഗക്കോട്ട കാണാം. അപ്പോൾ സാറ് വിശ്വസിക്കുമല്ലോ. അതാണ് നാഗക്കോട്ട. അങ്ങോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് തിരിച്ചു പോകാം സാർ. അവിടെ എന്റെ തങ്ക ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾ ഗോത്രവർഗക്കാരെ വിശ്വസിപ്പിക്കാൻ എല്ലാവർക്കും എളുപ്പമാണല്ലോ. പാവം അവൾ ആ ചതിയനെ വിശ്വസിച്ചു. ഇപ്പോൾ അവൻ സുഖമായി ജീവിക്കുന്നു. മാത്യൂസ്. എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? മാത്യൂസ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മാത്യൂസോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മങ്കമ്മേ, തങ്ക അന്ന് അവളുടെ ചതിക്കപ്പെട്ട കഥ നിങ്ങളോട് പറഞ്ഞപ്പോൾ അയാളുടെ പേരും പറഞ്ഞിരുന്നു. മാത്യൂസ്, വർഗീസിന്റെ അപ്പൻ. അയാൾ ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. അയാളുടെ മകൻ വർഷങ്ങൾക്കു ശേഷം ഇവിടെ വന്നപ്പോൾ വർഗീസ് അയാളുടെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളും കൂട്ടരും ചേർന്ന് ആ പയ്യനെ കൊന്നുകളഞ്ഞു. ഇല്ല സാർ, സർപ്പസുന്ദരി സത്യം, നാഗക്കോട്ട സത്യം. സാർ ഇപ്പോൾ പറയുമ്പോഴാണ് ആ കൊച്ച ആ ദുഷ്ടന്റെ മകനാണെന്ന് ഞാൻ അറിയുന്നത്. അത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ കൊന്ന് ആ ചോരയെടുത്ത് നാഗമ്മയ്ക്ക് അഭിഷേകം ചെയ്യുമായിരുന്നു. മങ്കമ്മ, ഞാൻ മാത്യൂസിന്റെ മൊഴിയെടുത്ത് തിരിച്ചു വന്നതിനു ശേഷം തീരുമാനിക്കാം സർപ്പസുന്ദരിയാണോ അല്ലെങ്കിൽ ആ സുന്ദരിയുടെ മറവിൽ മറ്റാരെങ്കിലുമാണോ ഈ കൊലകൾ നടത്തിയതെന്ന്. ഡോക്ടർ അരുൺ, ഞാനൊന്ന് വർഗീസിന്റെ അച്ഛനെ കണ്ടിട്ട് വരാം. ഈ കേസിന് ഒരു തുമ്പ് കിട്ടുന്നത് വരെ മീനാക്ഷി ഉൾപ്പെടെ നിങ്ങൾ ആരും ഇവിടുന്ന് തിരിച്ചു പോകരുത്. പിന്നെ മങ്കമ്മയെയും കൂട്ടരെയും എനിക്ക് ബലമായ സംശയമുണ്ട്. താൻ അവരെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇവിടുത്തെ നാഗക്കോട്ടയുടെയും സർപ്പസുന്ദരിയുടെയൊക്കെ കഥ കേട്ടിട്ട് കോൺസ്റ്റബിൾമാർക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് നിൽക്കാൻ പേടിയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ സർപ്പസുന്ദരിയുടെ വിശ്വരൂപം ഞാൻ പുറത്തു കൊണ്ടുവരും. ഇവർ പറയുന്നത് പോലെ നാഗക്കോട്ടയും സർപ്പസുന്ദരിയൊക്കെ സത്യമായിരിക്കോ? ആ കൊച്ചു ഡോക്ടർമാർ കിരീടം മോഷ്ടിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇവിടെ വന്നത്. ഏയ്, ഈ കാലത്തും ഇങ്ങനെയൊരു കെട്ടുകഥ വിശ്വസിക്കാൻ ഞാൻ മണ്ടനൊന്നുമല്ല. മാത്യൂസ് നാഗത്തുരുത്തിന്റെ മാപ്പ് അടിച്ചുകൊണ്ട് പോയതിന്
അയാളുടെ മകനാണെന്നറിഞ്ഞപ്പം ഗോത്രക്കാരെല്ലാരും കൂടി ചേർന്ന് അവനെ കൊന്നുകളഞ്ഞതായിരിക്കാം. മിസ്റ്റർ മാത്യൂസ്, വർഗീസിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്ന അവസരമാണെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ 10-30 വർഷം മുമ്പ് നാഗതുരത്തിൽ പോയതും മാപ്പ് കട്ടുകൊണ്ടുവന്നതുമൊക്കെ മങ്കമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ നിങ്ങളുടെ മകനാണെന്നറിഞ്ഞപ്പോൾ തന്റെ സഹോദരിയെ ചതിച്ചതിന് മങ്കമ്മ ഗോത്രവർഗക്കാരുടെ സഹായത്തോടു കൂടി അവനെ കൊന്നുകളഞ്ഞതായിരിക്കാനാണ് സാധ്യത. പാവം അതിനിടയിൽ ആ പെങ്കൊച്ചും പെട്ടു. അവൾ പെട്ടതല്ല സർ, പ്രിയ മാത്യൂസിന്റെ ലവറാണ്. വാട്ട്? അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിൽ ഇല്ലെന്നാണല്ലോ 5 വർഷമായി കൂടെയുള്ള കൂട്ടുകാർ പറഞ്ഞത്. അതാർക്കും അറിയില്ല സർ. ഞാൻ പോലും അറിഞ്ഞത് അവൻ നാഗക്കോട്ടയിലേക്ക് പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നപ്പോൾ മാത്രമാണ്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഹലോ ഡോക്ടർ അരുൺ, എന്താണ് കാര്യം? സാർ, മെനിഞ്ഞന്ന് രാത്രി ഗോത്രവർഗക്കാര് ഔട്ട്സൈഡേഴ്സ് ആയ 2 യുവാക്കളെ പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് അവർ ഞങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ മാത്യൂസ് അങ്കിൾ പറഞ്ഞിട്ടാണ് അവർ വന്നതെന്നാണ് പറയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. അരുൺ, നാളെ രാവിലെ ഞാൻ അവിടെ എത്തും. അവർ രക്ഷപ്പെടാണ്ട് നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, ബൈ. മിസ്റ്റർ മാത്യൂസ്, ഇപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് എനിക്ക് മനസ്സിലായത്. ക്രിസ്ത്യനായ വർഗീസ് ഹിന്ദുവായ പ്രിയയുമായി പ്രണയത്തിലാണെന്ന കാര്യം നിങ്ങൾ ഒരാഴ്ച മുമ്പാണ് അറിഞ്ഞത്. നിങ്ങൾ പ്രിയയെ വകവരുത്താനല്ലേ ഗുണ്ടകളെ വിട്ടത്? പ്രിയയെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ഗുണ്ടകളെ ആക്രമിക്കാൻ ചെന്ന വർഗീസിനെ സ്വയരക്ഷാർത്ഥം ഗുണ്ടകൾ കൊന്നു. ഇതൊരു ദുരഭിമാന കൊലയാണ്. കൊലപാതകം അവിടെ വെച്ചാകുമ്പോൾ സർപ്പസുന്ദരിയുടെ മറവിൽ നിങ്ങൾക്കു രക്ഷപ്പെടാം. നല്ല നാടകം. സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ CI. നിങ്ങൾക്ക് എന്തറിയാം സർപ്പസുന്ദരിയെ പറ്റി? എനിക്കറിയാമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് തങ്കയുടെ കൂടെ നാഗക്കോട്ടയിൽ പോയപ്പോൾ. അതെനിക്കറിയാം, തങ്കയുടെയും നിങ്ങളുടെയും ബന്ധത്തിന്റെ കഥ. നിങ്ങൾക്കറിയോ, ആ ബന്ധത്തിൽ നിങ്ങൾക്കൊരു മകളുണ്ട്. ആ കുട്ടിയാണ് വർഗീസിന്റെ കോളേജിൽ ഈ വർഷം ജോയിൻ ചെയ്ത മീനാക്ഷി. അവൾ വഴിയാണ് അവർ അങ്ങോട്ട് പോയത്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. തങ്കയ്ക്ക് ദിവ്യഗർഭമുണ്ടായതാകും. ഞാൻ തങ്കയെ സ്നേഹിച്ചത് ശരി തന്നെ, പക്ഷേ ഞാൻ അവളെ തൊട്ടിട്ട് കൂടിയില്ല. എന്റെ ലക്ഷ്യം കിരീടമായിരുന്നു, തങ്കയല്ല. അവളോട് സ്നേഹം നടിച്ച് കോട്ടയിൽ കടന്ന് കിരീടം സ്വന്തമാക്കുക മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. പിന്നെ എങ്ങനെ എനിക്കും അവൾക്കും ഒരു കുട്ടിയുണ്ടാകും? നിങ്ങൾ പറയുന്നത് സത്യമാണോ? പക്ഷേ മങ്കമ്മ പറഞ്ഞത് നിങ്ങളാൽ ചതിക്കപ്പെട്ട തങ്ക അപമാനത്താലാണ് കോട്ടയിൽ നിന്നും പുറത്തു വരാത്തതെന്നാണ്. സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ആർക്കിയോളജിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നാഗക്കാവിനെ പറ്റി റിസർച്ച് ചെയ്യാൻ പോകുന്നത്. അന്ന് വർക്കിക്ക് 2.5 വയസ്സായിരുന്നു പ്രായം. അവിടെ ചെന്നപ്പോഴാണ് കോട്ടയെയും കിരീടത്തെയും അവിടുത്തെ അളവറ്റ സമ്പത്തിനെ പറ്റിയും കേൾക്കുന്നത്. എന്റെ മനസ്സിന്റെ ആർത്തി കാരണം എനിക്ക് ആ കിരീടം സ്വന്തമാക്കണമെന്നായി. അതിന് തങ്കയുടെ സഹായം വേണം. അവൾക്ക് മാത്രമേ കോട്ടയിൽ കടക്കാൻ കഴിയൂ. അതിനാണ് അവളോട് ഞാൻ സ്നേഹം നടിച്ചത്. റിസർച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നാഗക്കാട്ടിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസമായിരുന്നു നാഗപഞ്ചമി. തങ്ക എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ആരും കാണാതെ എന്നെ തോണിയിൽ ഒളിപ്പിച്ചു. രാത്രി കോട്ടയിൽ കടന്നതും ഒരു പെട്ടിയിൽ നിന്നും എനിക്ക് മാപ്പ് കിട്ടി. തങ്ക സർപ്പസുന്ദരിയുമായി വന്നപ്പോൾ ഞാൻ ഭയന്നു. പക്ഷേ ശക്തി ക്ഷയിച്ചതുകൊണ്ട് നാഗത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. നാഗമ്മയുടെ അടുത്തു നിന്നും ശക്തി നേടി എന്നെ വകവരുത്താനായിരുന്നു സർപ്പസുന്ദരിയുടെ ആലോചന. എന്നാൽ ആ സമയം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഗോത്രക്കാരെല്ലാം ഊരിലായതുകൊണ്ട് കാവലിനും ആരും ഉണ്ടായിരുന്നില്ല. തുരുത്തു നീന്തിയാണ് ഞാൻ രക്ഷപ്പെട്ടത്. എനിക്കും തങ്കയ്ക്കുമല്ലാതെ മറ്റാർക്കും അറിയില്ല ഈ മാപ്പ് എടുത്തുകൊണ്ടുവന്നത് ഞാനായിരുന്നു എന്ന്. ഇതിനെപ്പറ്റി വർഗീസ് എങ്ങനെ അറിഞ്ഞു? കിരീടം കിട്ടാത്തതിൽ എനിക്ക് നിരാശയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാപ്പ് കട്ടുകൊണ്ടുവന്നതിനാൽ ഔട്ട്സൈഡേഴ്സിന്റെ പ്രവേശനം പിന്നീട് നാഗക്കാട്ടിൽ നിർത്തി. കാവൽക്കാരായി ഊരുകാർ ആവാഹിച്ച നാഗങ്ങളും ഉണ്ടായിരുന്നു. ഊരിലുള്ള ആരെങ്കിലും കൊണ്ടുപോയാൽ മാത്രമേ അവിടേക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. വർഗീസ് 2ാം വർഷം BAMS പഠിക്കുമ്പോഴാണ്
അവനോട് ഞാനിത് പറയുന്നത്. അവന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാനും അവനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഇരിക്കെയാണ് മീനാക്ഷി വരുന്നതും അവളുടെ നോട്ട്ബുക്കിൽ അവൻ നാഗക്കാവ് കാണുന്നതും. വർക്കിയിൽ എനിക്ക് വളരെ വിശ്വാസമായിരുന്നു. അവനത് എടുക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഒറ്റയ്ക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പ്രിയയെ പറ്റി അവൻ പറഞ്ഞത്. അവരുടെ ഇഷ്ടവും. രണ്ടുപേർക്കും നീന്താൻ അറിയുന്നതിനാൽ തുരുത്തിലെത്താൻ പ്രയാസമുണ്ടായിരുന്നില്ല. മാപ്പ് ഉള്ളതുകൊണ്ട് നാഗപ്രീതി നേടിയ ആളില്ലെങ്കിലും കോട്ടയ്ക്കുള്ളിൽ കടക്കാം. അന്ന് നാഗപഞ്ചമി ആയിരുന്നതിനാൽ സർപ്പസുന്ദരിയുടെ ശക്തിയും ക്ഷയിക്കും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് വിചാരിച്ചാണ് രണ്ടുപേരെ ഞാൻ പുറകെ വിട്ടത്. എന്നാൽ അവന്മാർ കാവൽക്കാരാൽ പിടിക്കപ്പെട്ടു. വർഗീസും പ്രിയയും തുരുത്തിലെത്തിയില്ല. അതിനു മുമ്പ് ആരൊക്കെയോ ചേർന്ന് അവരെ നാഗപ്പുഴയിൽ മുക്കിക്കൊന്നു. കൊലപ്പെടുത്തിയവർക്ക് ഇവർ നീന്തൽ താരങ്ങളാണെന്ന് അറിയില്ലായിരുന്നല്ലോ മിസ്റ്റർ മാത്യൂസ്. ആ തെളിവ് ഇത് കൊലപാതകമാണെന്നതിലേക്ക് എത്തിച്ചു. കള്ളൻ കപ്പലിൽ തന്നെ. സഹോദരിയെ ചതിച്ചതിന് മങ്കമ്മ ഒരുക്കിയ കെണി. സാർ, ഞാൻ തങ്കയെ... മീനാക്ഷി എന്റെ മകളല്ല സാർ. മങ്കമ്മ പറഞ്ഞ കഥയിൽ അവൾ നിങ്ങൾക്കും തങ്കയ്ക്കും ഉണ്ടായ കുട്ടിയാണ്. മാത്യൂസ് പറയുന്നത് ശരിയാണെങ്കിൽ മീനാക്ഷിയുടെ അച്ഛൻ ആരാണ്? മീനാക്ഷി. അവളുടെ മുന്നിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. മാത്രവുമല്ല, കൊല്ലപ്പെട്ടവരുടെ ബിലോങ്സിൽ ആ മാപ്പ് ഉണ്ടായിരുന്നില്ല. അത് എവിടെ പോയി? സംതിങ് ഫിഷി മിസ്റ്റർ മാത്യൂസ്. മീനു, കുറച്ച് ദിവസമായി നിന്നോട് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അറിയാം, എന്നെ ഇഷ്ടമാണെന്നല്ലേ? എനിക്കും ഇഷ്ടമാണ്. എന്നെ ഒരു ട്രൈബായിട്ടാണ് എല്ലാവരും കണ്ടത്. ആ വിചാരം എല്ലാവരുടെ ഉള്ളിൽ നിന്നും മാറ്റിയത് നിങ്ങളാണ്. പക്ഷേ വേണ്ട അരുണേട്ടാ. മീനു, അങ്ങനെ പറയരുത്. ഈ കാടും തുരുത്തും കോട്ടയും വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. ഇവിടെ നിന്ന് പുറത്തു പോലും പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ചില കാരണങ്ങൾ, എൻ്റെ ലക്ഷ്യങ്ങൾ, അതാണ് എന്നെ നഗരത്തിൽ താമസിക്കാൻ പ്രേരിപ്പിച്ചത്. മീനു എങ്ങോട്ടും വരണ്ട, ഇവിടെ മതി. പക്ഷേ എൻ്റെ ഭാര്യയായി ഞാനും ഇവിടെ ഉണ്ടാകും, നിന്റെ ഒപ്പം. അതൊന്നും സാധിക്കില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ടൗണിൽ താമസിച്ച ആൾക്ക് ഇവിടുത്തെ ജീവിതം അത് കഴിയില്ല. മൊബൈൽ നെറ്റ്വർക്ക് പോലും ഇല്ല. പണ്ട് സ്നേഹം നടിച്ച് വന്നയാളാണ് മാപ്പും കൊണ്ട് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത്. ആ കഥയൊക്കെ മങ്കമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല. അതിന് തെളിവ് വേണോ മീനുവിന്? തെളിവോ? എന്ത് തെളിവ്? ഇതാ, കാണാതെ പോയ മാപ്പ്. എങ്ങനെ കിട്ടി? പക്ഷെ നിങ്ങൾക്കൊരിക്കലും എന്നെ സ്വന്തമാക്കാൻ കഴിയില്ല അരുണേട്ടാ. സത്യം പറയൂ, എങ്ങനെ ഇത് കിട്ടിയെന്ന് പറയൂ. അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എങ്ങനെ കിട്ടി? വർഗീസിന്റെ ബാഗിലുണ്ടായിരുന്ന മാപ്പ് അരുണിന് എവിടുന്ന് കിട്ടി? കാമുകനും കാമുകിയും ചേർന്ന് കൂട്ടുകാരെ കൊലപ്പെടുത്തിയതല്ലേ? നോ സർ, നോ. പാലുകാരൻ പയ്യൻ വന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ആദ്യം ഓടിപ്പോയത്. അവിടെ നിലത്തൊരു ചെടിയുടെ ഇടയിൽ നിന്നാണ് ഇത് കിട്ടിയത്. ഞങ്ങൾ വന്ന ദിവസം തന്നെ മങ്കമ്മ ആ കോട്ടയുടെ കഥ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ മാപ്പ് ഞാനെടുത്ത് സൂക്ഷിച്ചത്. മാത്രമല്ല, വർക്കിയുടെ കയ്യിൽ എങ്ങനെ ഇത് പെട്ടു എന്ന് എനിക്ക് അറിയണമായിരുന്നു. ഇപ്പൊ മീനുവിന്റെ വിശ്വാസത്തിനാണ് ഞാനിത് കാണിച്ചു കൊടുത്തത്. ഞാൻ ചതിയനല്ലെന്ന് പറയാൻ. കൊള്ളാം കൊള്ളാം. മങ്കമ്മ കഥ പറഞ്ഞപ്പോൾ തങ്കയെ ചതിച്ച മാത്യൂസിനെയും അവന്റെ മകൻ വർഗീസിനെയും പറ്റി പറഞ്ഞിട്ടുണ്ടാകും. നിന്റെ കാമുകിയെ അനാഥയാക്കിയ മാത്യൂസിന്റെ മകനാണ് കൂടെയുള്ളതെന്നറിഞ്ഞപ്പോൾ അരുൺ അവനെ കൊലപ്പെടുത്തിയതല്ലേ? അന്ന് രാത്രി വർഗീസിന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ പ്രണയിനിയെയും നീ കൂടെ കൊന്നുകളഞ്ഞു. ന്യൂസ, ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. മങ്കമ്മ മാത്യുവിന്റെയോ വർക്കിയുടെയോ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. സാർ, ഇപ്പോഴാണ് ഞാൻ അതൊക്കെ അറിയുന്നത് സാറ് പറയുമ്പോൾ. പിന്നെ പ്രിയ വർക്കിച്ചന്റെ പ്രണയിനിയോ? അതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഗോഡ് പ്രോമിസ്. മീനാക്ഷി, നീ മാത്യൂസിന്റെ മകളല്ല എന്നുള്ള സത്യം എനിക്കറിയാം.
നീയും മങ്കമ്മയും അരുണും ചേർന്ന് മറ്റുള്ളവരെ കബളിപ്പിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഡോക്ടർ അരുൺ, യു ആർ അണ്ടർ അറസ്റ്റ്. ഈ മാപ്പ് മതി നിനക്കെതിരെയുള്ള തെളിവിന്. സാർ, ഇതിലേക്ക് അരുണിനെ വലിച്ചിഴക്കേണ്ട. അവർ മരണപ്പെട്ടത് സർപ്പസുന്ദരിയാലാണെന്ന് തീർച്ച. ഇന്ന് നാഗപഞ്ചമിയുടെ 4ാം നാളാണ്. 30 വർഷങ്ങൾക്കു ശേഷം ഈ മാപ്പ് മടക്കി കിട്ടിയ ദിവസം. ഇന്ന് രാത്രി ഇവിടെ നാഗപൂജയുണ്ടാകും. നാഗമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി ശക്തി നേടാൻ സർപ്പസുന്ദരി എത്തും. അവൾ പറയും അവരെ ആരാ കൊന്നതെന്ന്. അതിന് സർപ്പസുന്ദരിയെ കോട്ടയിൽ നിന്നും ആനയിച്ചു കൊണ്ടുവരാൻ പ്രീതി നേടിയ ഒരാൾ വേണ്ടേ? നിങ്ങൾ പറയുന്ന കഥകൾ ശരിയാണെങ്കിൽ ഈ ഊരിൽ അങ്ങനെ ഒരാളില്ലല്ലോ മീനാക്ഷി. മങ്കമ്മ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇല്ല, ഈ ഊരിലില്ല. എന്നാൽ സർപ്പസുന്ദരിയുടെ പ്രീതി ലഭിച്ച ഒരാൾ പുറത്തുള്ളതുണ്ട്. അരുൺ. അവൻ ഇന്ന് രാത്രി സർപ്പസുന്ദരിയെ കൊണ്ടുവരാൻ പോകും. ഞാനോ? അതെ അരുണേട്ടാ, നിങ്ങൾക്ക് പ്രീതി കിട്ടിയിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ കൈവശം മാപ്പ് കിട്ടിയത്. നിങ്ങൾ നാഗക്കോട്ടയിൽ പോകണം. സർപ്പസുന്ദരിയെ ആവാഹിച്ച് നാഗമ്മയുടെ അടുത്ത് കൊണ്ടുവരണം. ഈ ഊരിനെ കാക്കണം. സർ, രാത്രി 1 മണിക്ക് നാഗമ്മയുടെ അടുത്ത് വരണം. അവിടെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് കൊലയാളി എന്ന്. ദൈവമേ, ഏത് സമയത്താണാവോ ആ മാപ്പ് എന്റെ കയ്യിൽ കിട്ടിയത്? ഈശ്വരാ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. എന്താ ഒരു കിലുക്കം കേൾക്കുന്നുണ്ടല്ലോ. ഹേയ് മീനു, എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. ഇപ്പോഴാ എനിക്ക് സമാധാനായത്. എവിടെയാ സർപ്പസുന്ദരി ഉള്ളത്? അതിനെ ആവാഹിച്ച് നാട്ടുകാരുടെ മുന്നിൽ എത്തിച്ചിട്ട് വേണം നിന്റെ നാഗമ്മയുടെയും സർപ്പസുന്ദരിയുടെയും മുന്നിൽ വെച്ച് എനിക്ക് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ. അത് നടക്കില്ല അരുണേട്ടാ. വൈ? ഇന്ന് നിങ്ങളുടെ ഊരിലെ സന്തോഷം തിരിച്ചു കിട്ടില്ലേ? എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്നാണോ? ആരുടെയും സമ്മതം എനിക്ക് വേണ്ട. നിന്നെ പൊന്നുപോലെ നോക്കാൻ എനിക്കറിയാം. അരുണേട്ടാ, പ്ലീസ് വേണ്ട. നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? അറിയാം, നാഗക്കോട്ട. നാഗക്കോട്ടയിലെ സർപ്പസുന്ദരിയുടെ അറയിൽ. എന്നിട്ട് ആ സുന്ദരി എവിടെ? ഏയ് സർപ്പസുന്ദരി, വേഗം പുറത്തു വാ. നിങ്ങളെ ഊരിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്കെന്റെ പെണ്ണിനെ കൊണ്ട് പോകാൻ. കമോൺ സുന്ദരി. ഏയ് സർപ്പസുന്ദരി, സർപ്പൂ. മീനു, ഇവളിത് എവിടെ പോയി? മീനു, ഹാ, നീ എന്താ ഈ സിംഹാസനത്തിലൊക്കെ കയറിയിരിക്കുന്നേ? മീനു, നീ നീ ഞാൻ തന്നെയാണ് സർപ്പസുന്ദരി. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹം ഒരിക്കലും നടക്കില്ലെന്നും ഇവിടെ വിട്ട് ഞാൻ വരില്ലെന്നും പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞാൽ ഞാൻ നാഗരൂപത്തിലാകും. ഓ മൈ ഗോഡ്, ഇല്ല മീനു, ഇല്ല. നിന്നെ എനിക്ക് വേണം. ഞാൻ അത്രയും നിന്നെ. സർപ്പസുന്ദരിയെങ്കിൽ സർപ്പസുന്ദരി, ഞാൻ നിന്റെ കൂടെ ഇവിടെ കഴിഞ്ഞോളാം, ഈ നാഗക്കോട്ടയിൽ. പക്ഷെ നീ എന്റെ ഒപ്പം ഉണ്ടാകണം മീനു, എന്നും. നിങ്ങൾ എന്നെ ഊരിലേക്ക് കൊണ്ടുപോകണം. അവിടെ വെച്ച് വർഗീസിന്റെയും പ്രിയയുടെയും കൊലപാതകി ആരാണെന്ന് ഞാൻ പറയും. അതോടെ നിങ്ങളുടെ നിരപരാധിത്വം തെളിയും. I can't believe this. I can't. അതാ സർപ്പസുന്ദരി. ഓ മൈ ഗോഡ്, ഇതൊന്നും അപ്പോൾ മുത്തശ്ശിക്കഥയല്ലേ? സത്യമാണോ? എനിക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ. അരുൺ ഉണ്ടല്ലോ. അപ്പോൾ മീനാക്ഷി എവിടെ? മങ്കമ്മേ, മീനാക്ഷി എവിടെ? ശരിയാണല്ലോ, അവൾ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ തന്നെയാണ് മീനാക്ഷി. സർപ്പസുന്ദരിയാണോ മീനാക്ഷി? അമ്മേ, അറിഞ്ഞില്ല. തെറ്റു വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ അടിയനോട്. അന്ന് രാത്രി മാത്യു ഇവിടെ നിന്ന് ചിത്രപുസ്തകം എടുത്ത് പോയ ശേഷം തങ്ക എന്റെ അടുത്ത് വന്ന് ഒരുപാട് ക്ഷമ ചോദിച്ചു.
ആത്മഹത്യ ചെയ്യാൻ നിന്ന അവളെ ഞാൻ തടഞ്ഞു. ഈ കാട് വിട്ടുപോയ ചിത്രപുസ്തകം കണ്ടുപിടിക്കേണ്ടത് എന്റെ കടമയായിരുന്നു. അതുകൊണ്ടാണ് മാത്യുവിന്റെയും തങ്കയുടെയും ബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഒരു കുട്ടിയായി മാറിയ എന്നെ തങ്ക മങ്കമ്മയെ ഏൽപ്പിക്കുന്നത്. അവിടെ നിന്നും പോന്ന തങ്ക കോട്ടയിലെ അറയിൽ സ്വയം തളയ്ക്കപ്പെട്ടു. എന്നും രാത്രിയിൽ ഞാൻ തങ്കയെ കാണാൻ പോകാറുണ്ടായിരുന്നു. പക്ഷേ അവൾ തെറ്റു ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പുറത്തു വന്നില്ല. പട്ടിണി കിടന്ന് മരിച്ചു. സ്വയം തിരഞ്ഞെടുത്ത ശിക്ഷ. എല്ലാ നാഗപഞ്ചമി നാളിലും പൂജയില്ലെങ്കിലും ഞാൻ നാഗമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ കോട്ടയിൽ നിന്നും ആനയിച്ചു കൊണ്ടുവരാൻ ആളില്ലാതായിരുന്നതിനാൽ പകുതി ശക്തി മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. എവിടെയായിരുന്നാലും നാഗപഞ്ചമി നാളിൽ ഞാൻ ഇവിടെ എത്തിയിരുന്നു. കുറെ ഞാൻ അന്വേഷിച്ചു. പക്ഷേ എനിക്ക് ശക്തി കുറവായതിനാൽ മാത്യുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് റാഗിംഗ് ടൈമിൽ വർഗീസ് ഞാൻ വരച്ച ചിത്രം കണ്ടതും അതിനെപ്പറ്റി ചോദിച്ചതും. എനിക്കെപ്പോൾ മനസ്സിലായിരുന്നു അവനെന്തോ ആ പുസ്തകവുമായി ബന്ധമുണ്ടെന്ന്. പക്ഷേ അവനോട് എത്ര ചോദിച്ചിട്ടും അവൻ പറഞ്ഞില്ല. അത് കണ്ടുപിടിക്കാനാണ് നിങ്ങളെ എല്ലാവരെയും കൂട്ടി ഞാനിവിടെ എത്തിയത്. ഞാൻ അവനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. നാഗപഞ്ചമി നാളിൽ അവനും പ്രിയയും നാഗപ്പുഴ നീന്തി കോട്ടയിലെത്തി. അവരെ ഞാൻ പിന്തുടർന്നു. കോട്ടയിൽ അവർ പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തടഞ്ഞതാണ്. അപ്പോഴാണ് അവന്റെ കയ്യിൽ ഞാൻ മാപ്പ് കണ്ടത്. അതവന്റെ അച്ഛൻ്റെതാണെന്ന് അവൻ പറഞ്ഞു. പുസ്തകം കോട്ടവാതിലിൽ വച്ചിട്ട് തിരിച്ചു പോകാൻ ഞാൻ അവരോട് പറഞ്ഞതാണ്. പക്ഷേ അവർ കേട്ടില്ല. അവനും തെറ്റ് ചെയ്യാൻ മുതിരുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് കേൾക്കാതെ രണ്ടുപേരും അകത്ത് കടന്നു. കിരീടം സ്വന്തമാക്കാൻ നോക്കി. എന്നാൽ അവർക്കൊരു തെറ്റുപറ്റി. രാത്രി 12 മണി കഴിഞ്ഞാലേ ഞാൻ നാഗമാകൂ, ശക്തി കുറയൂ. അവന്റെ അച്ഛനെ പോലെ വർഗീസിനും കൂട്ടുകാരിക്കും പണത്തോട് ആർത്തിയായിരുന്നു, അന്യന്റെ മുതൽ കക്കാൻ. എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ അവർ രണ്ടുപേരെയും എന്റെ ഈ കൈകൾ കൊണ്ടാണ് ഞാൻ നാഗപ്പുഴയിൽ മുക്കിക്കൊന്നത്. ആ സമയത്തെപ്പോഴോ വർഗീസ് പുസ്തകം വലിച്ചെറിഞ്ഞിരുന്നു. അതെനിക്ക് കിട്ടിയില്ല. ആ പുസ്തകമാണ് അരുണിനു കിട്ടിയത്. CI സാർ, ഇനി നിങ്ങൾക്ക് അരുണിനെ കുറ്റവിമുക്തനാക്കാമല്ലോ. നാഗപൂജയിൽ പങ്കെടുത്ത് എല്ലാവർക്കും ഇവിടെ നിന്ന് പോകാം. ഇനി ഈ നാഗക്കാടിന് കാവലായി ഞാനുണ്ടാകും, ഈ സർപ്പസുന്ദരി. നാഗക്കാടിന്റെ കഥയും സർപ്പസുന്ദരിയുടെ നിഗൂഢതയും എഴുതി CI റാം പ്രതാർ FIR രജിസ്റ്റർ ചെയ്തു. പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരും മടങ്ങി. എന്നാൽ ഡോക്ടർ അരുണിന് പോകാൻ മനസ്സു വന്നില്ല. അവൻ നാഗക്കോട്ടയിലെത്തി. സർപ്പസുന്ദരിയെ വിളിച്ചു. മനുഷ്യരൂപത്തിലായിരുന്ന സർപ്പസുന്ദരിയെ അവൻ പുണർന്നു. മീനു, നിന്നെ വിട്ടു പോകാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ഇവിടെ കഴിഞ്ഞോളാം നിന്റെ കൂടെ. ഞാൻ നിനക്ക് പ്രീതിപ്പെട്ടവനല്ലേ. അരുൺ, നിങ്ങൾ പോകണം. നിങ്ങൾക്ക് എന്നോടുള്ളത് പ്രണയമാണ്, തങ്കയെപ്പോലെ ഭക്തി നിർഭരമായ സ്നേഹമല്ല. ആ പ്രണയം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. നിങ്ങൾ പോകുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. പുതിയൊരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഞാനത് എന്റെ ദീർഘദൃഷ്ടിയിൽ കാണുന്നു. അടുത്ത 1 വർഷത്തിനുള്ളിൽ എന്റെ പ്രീതിക്കുള്ള ആളെ ഞാൻ കണ്ടെത്തിക്കോളും, നാഗമ്മയുടെ അടുത്ത് നിന്ന് എന്നെ ആനയിക്കാൻ. എനിക്ക് പുതിയ ശക്തി തന്നയാളാണ് നിങ്ങൾ. സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നൽകി ഞാൻ അനുഗ്രഹിക്കുന്നു. തോണിയിൽ കയറി നിറകണ്ണുകളോടെ ഡോക്ടർ അരുൺ യാത്രയായി പുതിയ ജീവിതത്തിലേക്ക്. സർപ്പസുന്ദരിയുടെ ഈ കഥ ഇഷ്ടമായാൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി.